ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഒഴികെ മറ്റ് മാർക്കറ്റുകളെല്ലാം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2,593 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. മറ്റു കമോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റുകൾ നല്ല രീതിയിൽ താഴെ വന്നിരുന്നു. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ട്രംപിൻ്റെ വിജയത്തിന് ശേഷമുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച NVIDIA റിസൾട്ട് വരുന്നുണ്ട്. നവംബർ 20 NVIDIA റിസൾട്ട് ആയിരിക്കാം ഒരുപക്ഷെ ടെക്നോളജി സ്റ്റോക്കുകളുടെ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജപ്പാനിൽ Q3 GDP വന്നിരുന്നു, സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ Q2 റിസൾട്ടുകൾ ഓൾമോസ്റ്റ് എല്ലാ Q2 റിസൾട്ടുകളും വന്നു കഴിഞ്ഞു. വാരി എനർജി പോലുള്ള ചില കമ്പനികളുടെ റിസൾട്ടാണ് ഇന്നും നാളെയൊക്കെ ആയിട്ട് വരാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു റീ അസസ്മെൻ്റാണ് നടക്കാൻ പോകുന്നത്. Q2 റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കാം അടുത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ നവംബർ 20 മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ മറ്റു പല സ്റ്റേറ്റുകളിലെ അസംബ്ലി ബൈ ഇലക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ എക്സിറ്റ് പോൾ വരുന്നത് നവംബർ 20 വൈകുന്നേരമാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് നവംബർ 21 കാണാം. അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ റിസൾട്ട് വരുന്നത് നവംബർ 23 അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിലെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് മാർക്കറ്റിലുണ്ടാക്കുന്ന തരത്തിലുള്ള റിസൾട്ടുകളായിരിക്കാം വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ LIC ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് കടക്കുകയാണ്. 2025 പോസിറ്റീവ് ന്യൂസാണ്. ഇൻഷുറൻസ് കമ്പനികൾക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് ഇൻഷുറൻസ് ബില്ലിലുള്ളത്. 100% FD അലവിയാണ്. അതുപോലെ തന്നെ ഒരു ഏജൻറ്റിന് കൂടുതൽ പോളിസികൾ വിൽക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ഇൻഷുറൻസ് പെനട്രേഷൻ 4% ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പ്രൊവാക്റ്റീവായിട്ടുള്ള മെഷേഴ്സാണ് ഇൻഷുറൻസ് ബില്ലിൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന. പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അഡാനി എനർജി സൊല്യൂഷൻസും ടാറ്റ പവറും പവർ ജനറേഷൻ ട്രാൻസ്മിഷനും പുറമെ കൂളിംഗ് സൊല്യൂഷൻ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാണ്. കൂളിംഗ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ചിൽഡ് വാട്ടർ പ്ലാന്റിൽ നിന്ന് കൂളിംഗ് സൊല്യൂഷൻ മൾട്ടിപ്പിൾ എൻ്റർപ്രൈസുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. കാരണം ഡാറ്റാ സെൻറ്ററുകൾക്കൊക്കെ ധാരാളം കൂളിംഗ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ബിസിനസ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അനിൽ അംബാനി ഗ്രൂപ്പ് കമ്പനികൾ വിഷൻ 2030 എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. റിലയൻസ് ഇൻഫ്ര വീണ്ടും ഡിഫൻസ് റിലേറ്റഡ് മാനുഫാക്ചറിംഗ് അഗ്രസീവായിട്ട് കിടക്കുകയാണ്. ഓൾറെഡി JV ഉണ്ട്, റാഫേലും തേലീസൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. റിലയൻസ് പവറിനും പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റിലയൻസ് ബാക്ക്ഡ് ആഡ്വർബ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉണ്ടാക്കുകയാണ് 2025. അപ്പോൾ നമ്മൾ ഇന്ത്യയും കൂടി ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഡാനി ഗ്രൂപ്പ് നവി മുംബൈയിൽ വലിയ കൺവെൻഷൻ സെൻ്ററാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി റിലയൻസിനുണ്ട് മുംബൈയിൽ. നവി മുംബൈയിലാണ് പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഇത് പോസിറ്റീവാണ്. അഡാനി റിയാലിറ്റിയുടെ അണ്ടറിലാണ് ഇത് വരാൻ പോകുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റിലുള്ള ന്യൂസ് ഫ്ലോസ്. മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി വീണ്ടും വരികയാണെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റി 23,300 23,000 ലെവലിലേക്കൊക്കെ താഴാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അറ്റ് എവരി ഫാളിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ 4 ഘട്ടമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങാമെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഒപ്പം NSE പുതുതായിട്ട് F&A സെഗ്മെൻറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള 45 സ്റ്റോക്കുകളും മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. നമ്മൾ F&A ഇൻക്ലൂഷൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ F&A ഇൻക്ലൂഷന് ശേഷം 6 മാസം മുതൽ 2 വർഷത്തിനുള്ളിൽ നല്ല രീതിയിൽ ആ സ്റ്റോക്കുകളൊക്കെ മുന്നേറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് പുതിയ സ്റ്റോക്കുകളിലും എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റു പല ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന പല കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ഇപ്പോൾ NMDC കറണ്ട് ലെവലിൽ നിന്ന് താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബൈ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2:1 ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡ് മൈനിങ്, അയൺ ഓർ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ വളരെ അഗ്രസീവായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഒപ്പം PSU ബാങ്കുകൾ നല്ല പെർഫോമൻസ് ആണ് Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്തതിനു ശേഷം PSU ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ICICI ബാങ്ക്, HDFC ബാങ്കൊക്കെ ബെറ്റർ ദാൻ
പോലെയാണ് എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു റിസൾട്ടുകളെല്ലാം വന്നത്. ഹിന്ദുസ്ഥാൻ സിങ്കിന് അതുപോലെ തന്നെ ഒരു ഗോൾഡ് മൈൻ, കോമ്പോസിറ്റ് ഗോൾഡ് മൈൻ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. രാജസ്ഥാനിലാണ്. വേദാന്ത വീണ്ടും പ്രൊഡക്ഷൻ കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ അതാത് സ്റ്റോക്കുകളൊക്കെ ഇമ്പാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല വൊളാറ്റിലിറ്റി കാണാം. അറ്റ് എവരി ഫാളിൽ 4 ഘട്ടമായിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.